ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിന് മലപ്പുറം ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് നിർവഹിച്ചു. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ, പി.എൻ. പണിക്കർ ഫൗണ്ടേഷൻ, ജില്ലാ സാക്ഷരതാ മിഷൻ, വിദ്യാരംഗം സാഹിത്യവേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കളക്ടർ വി.ആർ. വിനോദ് നിർവഹിച്ചു. നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുക എന്ന ദൗത്യമാണ് വായന മനുഷ്യരിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പുസ്തകത്തെ നമ്മൾ വായിച്ചതിന്റെ 10% പോലും സിനിമയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ വിഷ്വൽ മാധ്യമത്തിൽ ഈ പുസ്തകത്തിലുള്ളതെല്ലാം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നത്. അതോടൊപ്പം തന്നെ വായനയിലൂടെ വിദ്യാർത്ഥികളെ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ പല കഴിവുകളും വികസിപ്പിക്കുന്നതിന് വായന വളരെയധികം സഹായിക്കും. നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്തുന്നതിന്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി, വിവിധ ജീവിതാനുഭവങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, വിവിധ ഭൂപ്രകൃതികളെ പറ്റിയുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, വിവിധ ആചാരങ്ങളെ പറ്റി, അനുഷ്ഠാനങ്ങളെ പറ്റി, ജീവിത രീതിയെ പറ്റി, ഭക്ഷണ രീതിയെ പറ്റി, കാലാവസ്ഥകളെ പറ്റി, വിഭിന്നതയെ പറ്റി, മാനത്വത്തിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. രണ്ട് രീതിയിൽ വായനയുണ്ട്. നമ്മുടെ സിലബസിലൊക്കെ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. അതോടൊപ്പം മറ്റു പുസ്തകങ്ങൾ വായിക്കും. സിലബസിൽ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും താല്പര്യത്തിലാണ് ആ പുസ്തകങ്ങളിലേക്ക് വായിക്കുന്നത്. ചടങ്ങിൽ വാർഡ് കൗൺസിലർ സി. സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ.പി. രമേഷ് കുമാർ വായനാദിന സന്ദേശം നൽകി. പി.എം. പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ എ. ഷഫ്ന വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ. ബാലചന്ദ്രൻ സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ.ആർ. പ്രസാദ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ വായനാ ആസ്വാദന കുറിപ്പുകൾ അവതരിപ്പിച്ചു. CCN മലപ്പുറം.